PC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC LGS 2024 പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെയും കാണാത്തവരാണെങ്കിൽ ഇനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുന്നേ നല്ല രീതിയിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. ഒരു ദിവസം 2 ടോപ്പിക്സ്, വളരെ കുറച്ച് ടോപ്പിക്സേ നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഭരണഘടനയാണ്. GK പോർഷനിലെ ഭരണഘടനയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3ാമത്തെ ക്ലാസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ മുൻപുള്ള ക്ലാസ്സുകൾ എല്ലാം നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. LDC 2024 ബൈ ബീന, അതുപോലെ LGS 2024 ബൈ ബീന എന്ന് പറഞ്ഞ 2 പ്ലേലിസ്റ്റ് ഉണ്ട്. മാത്സിൻ്റെ ക്ലാസ്സുകൾക്ക് സെപ്പറേറ്റ് മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിനും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ രാത്രി 8 മണിക്ക് എല്ലാ ദിവസവും മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നമ്മൾ PYQ എന്ന് പറയുന്നൊരു ഫോൾഡർ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പ്ലേലിസ്റ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ലൈവ് സെഷനും കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ ഞായറാഴ്ച രാത്രി 8 മണിക്ക് ഒരു ദിവസം ഫുൾ റിവിഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. SCRT NCRT ബേസ് ചെയ്തിട്ടും എല്ലാ കാര്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റു ഉദ്യോഗാർത്ഥികൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഒരു ദിവസം ഇത്രയും വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ആവാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ PC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന ഫാമിലിയിൽ മെമ്പർ ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതി കംപ്ലീറ്റ് ആയിട്ട് 2 ക്ലാസ് കൊണ്ട് പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ. ഒരുപാട് ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുണ്ട് അല്ലേ, പല രാജ്യങ്ങളിൽ നിന്നും. അപ്പോൾ അതൊക്കെ ഓർത്തു വയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ആശയങ്ങൾ കടമെടുത്ത രാജ്യങ്ങളൊക്കെ നമ്മൾ കണക്ഷൻസ് വെച്ചിട്ട്, കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഓരോ രാജ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് അമേരിക്ക. അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് കേട്ടോ. അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ. അപ്പോൾ ആദ്യം ഞാൻ ആശയങ്ങൾ പറയാം. അപ്പോൾ അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ, ഒന്ന് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. മലയാളത്തിൽ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന് പറയുന്ന ആശയം, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി അല്ലെങ്കിൽ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. അതുപോലെ ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ് കേട്ടോ, ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. ദെൻ സുപ്രീം കോടതി, സുപ്രീം കോടതി എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. ദെൻ ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ്. ഇംപീച്ച്മെൻറ്റ് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ, പ്രസിഡൻറ്റിനെ നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ് ഇംപീച്ച്മെൻറ്റ്. അപ്പോൾ ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നതും അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്. ദെൻ എക്സിക്യൂട്ടീവ് പവർ ഓഫ്, എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡൻറ്റ്, എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡൻറ്റ് എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. ദെൻ പ്രിയാമ്പിൾ, പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആശയം, അതുപോലെ റിമൂവൽ ഓഫ് ജഡ്ജസ്, റിമൂവൽ ഓഫ് ജഡ്ജസ്, ജഡ്ജിയെ നീക്കം ചെയ്യൽ. ദെൻ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലിഖിത ഭരണഘടന എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്ന അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. ദെൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശം. ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളതും അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആശയങ്ങളാണ് നമ്മൾ അമേരിക്കയുടെ കയ്യിൽ നിന്നും കടമെടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി, ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ്, പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ആമുഖമാണ് കേട്ടോ, ആമുഖം. പ്രിയാമ്പിൾ ആമുഖം. റിമൂവൽ ഓഫ് ജഡ്ജസ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ലിഖിത ഭരണഘടന. ദെൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണ്? മൗലിക അവകാശം, മൗലിക അവകാശം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാനുള്ള ഞാൻ ചെറിയൊരു സ്റ്റോറി പോലെ പറഞ്ഞു തരാം ഓർത്ത് വയ്ക്കാനായിട്ട്.
അപ്പോൾ നിങ്ങൾ ഒരു സ്വപ്നം കാണുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹം എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം, അല്ലെ? ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതൊരു സ്റ്റോറി ആയിട്ട് നമ്മൾ പറയുകയാണേ. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു സ്വപ്നം കാണുവാണ്. എന്താണ് സ്വപ്നം? നമ്മൾ വൈസ് പ്രസിഡൻ്റ് ആയി കേട്ടോ. നമ്മൾ എന്തായി? വൈസ് പ്രസിഡൻ്റ് ആയി. അപ്പോൾ വൈസ് പ്രസിഡൻ്റ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അമേരിക്കയിലെ സുപ്രീം കോടതിയിലോട്ട് പോവുകയാണ് കേട്ടോ. എങ്ങനെയാണ് പോകുന്നത്? ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലാണ് പോകുന്നത്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് നമ്മൾ കുറേ കാലമായിട്ട് നടക്കുന്നു. അപ്പം നമ്മളൊരു സ്വപ്നം കാണുവാണ്. നമ്മൾ വൈസ് പ്രസിഡൻ്റ് ആയി എന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? അമേരിക്കയിലെ സുപ്രീം കോടതിയിലോട്ട് പോവുകയാണ്. എങ്ങനെയാണ് പോകുന്നത്? ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലാണ് പോകുന്നത്. അങ്ങനെ എക്സിക്യൂട്ടീവ് ലുക്കിൽ നമ്മൾ പോയി അവിടുത്തെ സുപ്രീം കോടതിയിലെത്തി. എന്നിട്ട് അവിടെ നിന്നും ആ സുപ്രീം കോടതിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടെ കേസും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ, അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? എഴുതിയെടുത്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു? എഴുതിയെടുത്തു. അപ്പോൾ അമേരിക്കയുടെ കോടതിയുടെ കാര്യങ്ങളാണ് അല്ലേ, കുറേ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയെടുക്കാൻ സഹായിച്ചത് അവിടുത്തെ പ്രിയ എന്ന് പറയുന്നൊരു ജഡ്ജാണ്. നമ്മളെ സഹായിച്ചത്. അങ്ങനെ അവർ നമ്മളെ സഹായിച്ചു എന്നൊരു കാരണം കൊണ്ട് അവിടുത്തെ സുപ്രീം കോടതി എന്ത് ചെയ്തു? ആ ജഡ്ജിനെ അവിടെ നിന്ന് നീക്കം ചെയ്തു, അവിടെ നിന്നും റിമൂവ് ചെയ്തു, കോടതിയിൽ നിന്നും റിമൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെ നീക്കം ചെയ്തപ്പോൾ ആളുടെ ജോലി പോയില്ലേ. അപ്പോൾ അവർക്ക് ആകെ മെൻ്റൽ പോലെയായി കേട്ടോ. ഫണ്ടമെൻ്റൽ എന്നുണ്ടല്ലോ, അപ്പോൾ മെൻ്റൽ പോലെയായി. എന്നിട്ട് എന്ത് ചെയ്തു? അവരവിടെയുള്ള അമേരിക്കയിലെ റിവറിൽ ചാടി കേട്ടോ. റിവർ എന്ന് ജസ്റ്റ് പൂളാണെന്ന് വിചാരിച്ചോളൂ, റിവറിൽ ചാടി. ഓക്കെ, ഇത് നമ്മുടെ ഒരു സ്വപ്നമാണ്, ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഈ കണക്ഷൻ, ഈ വേർഡ്സ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മളിങ്ങനെ നടക്കുവാണ്. സോ നമ്മളൊരു ദിവസം ഒരു സ്വപ്നം കാണുവാണ്. നമ്മൾ വൈസ് പ്രസിഡൻ്റ് ആയി അമേരിക്കയിലെ സുപ്രീം കോടതിയിലേക്ക് പോയി. എങ്ങനെയാണ് പോകുന്നത്? എക്സിക്യൂട്ടീവ് ലുക്കിലാണ് പോകുന്നത്. എന്നിട്ട് അവിടെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കാൻ സഹായിച്ചത് പ്രിയ എന്ന് പറയുന്ന ജഡ്ജാണ്. ദെൻ അത് അറിഞ്ഞപ്പോൾ അവിടുത്തെ ജഡ്ജിനെ അവർ നീക്കം ചെയ്തു. അവർക്ക് മെൻ്റലായി റിവറിൽ ചാടി. ഓക്കെ അല്ലേ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഇൻഡിപെൻഡൻ്റ് ആവണം. ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ഓക്കെ, എന്നിട്ട് എന്ത് പറഞ്ഞു? വൈസ് പ്രസിഡൻ്റ് ആയി. അപ്പോൾ ഓഫീസ് ഓഫ് വൈസ് പ്രസിഡൻറ്റ്. എന്നിട്ട് അമേരിക്കയിലെ സുപ്രീം കോടതിയിലേക്ക്, അപ്പോൾ അമേരിക്കയിലെ എന്ന് പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതിയിലേക്ക് പോയി. അപ്പോൾ സുപ്രീം കോടതി എന്ന് പറയുന്ന ആശയം കടമെടുത്തു. പിന്നെ എങ്ങനെയാണ് പോയത്? എക്സിക്യൂട്ടീവ് ലുക്കിലാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ് എന്നുള്ള ആശയം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയെടുത്ത്, അല്ലെ, ഇമ്പോർട്ടൻറ്റ് ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡന്റ് കിട്ടാനാണ്. ഇമ്പോർട്ടൻറ്റിൻ്റെ ഷോർട്ടായിട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് IMP എന്ന് എഴുതാറുണ്ടല്ലോ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് IMP എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡന്റ് എഴുതി ലിഖിത ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. ദെൻ അങ്ങനെ എഴുതിയെടുക്കാൻ സഹായിച്ചത് പ്രിയ എന്ന് പറയുന്ന ജഡ്ജാണ് അല്ലേ. പ്രിയാമ്പിൾ എന്താ? ആമുഖം എന്ന് പറയുന്ന ആശയം കടമെടുത്തു. ദെൻ അങ്ങനെ അത് അറിഞ്ഞപ്പോൾ ആ ജഡ്ജിയെ നീക്കം ചെയ്തു. അപ്പോൾ ജഡ്ജിയെ നീക്കം ചെയ്യൽ, റിമൂവൽ ഓഫ് ജഡ്ജസ് എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് എന്ത് പറ്റി? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അങ്ങനെ അവരവിടെയുള്ള റിവറിൽ ചാടി. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. സെറ്റ് അല്ലേ? അമേരിക്കയുടെ കയ്യിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അടുത്തത് ബ്രിട്ടൻ ആണ് കേട്ടോ. ബ്രിട്ടൻ്റെ കയ്യിൽ നിന്നും നമ്മൾ കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. കേട്ടോളൂ. ആദ്യത്തേത് ഓഫീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. ദെൻ ജനറൽ ഇലക്ഷൻ, പൊതു തെരഞ്ഞെടുപ്പ്, ജനറൽ ഇലക്ഷൻ. ദെൻ റിട്ട് എന്ന് പറയുന്ന ആശയം. സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്താണ്? പൗരത്വം അല്ലേ. സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം ബ്രിട്ടനിൽ നിന്നും കടമെടുത്തതാണ്. ദെൻ പാർലമെൻ്ററി സിസ്റ്റം, ജനാധിപത്യം അല്ലേ, ജനാധിപത്യം. ദെൻ ക്യാബിനറ്റ് സിസ്റ്റം, സ്പീക്കർ എന്ന് പറയുന്ന പദവി. ദെൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG എന്ന് പറയുന്ന ആശയം. ബൈക്യാമറലിസം എന്ന് പറഞ്ഞത് എന്താ? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുന്ന ആശയം. ദെൻ റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നു. അപ്പോൾ ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ഇത്രയും കാര്യങ്ങളാണ്. ഓഫീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ,
ജനറൽ ഇലക്ഷൻ, റിട്ട്, സിംഗിൾ സിറ്റിസൺഷിപ്പ് അഥവാ ഏകപൗരത്വം, പാർലമെന്ററി സിസ്റ്റം, പാർലമെന്ററി ജനാധിപത്യം, ക്യാബിനറ്റ് സിസ്റ്റം, സ്പീക്കർ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ബൈക്യാമറലിസം അഥവാ ദ്വിമണ്ഡല സഭ, റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച. ഇത്രയും കടമെടുത്തത് ബ്രിട്ടന്റെ കയ്യിൽ നിന്നുമാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കണക്ഷൻ പറയാം. ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുടെ സ്റ്റോറിയാണ് കേട്ടോ. ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുടെ ഇലക്ഷൻ കഴിഞ്ഞ് റിട്ടേൺ വരുമ്പോൾ, ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുടെ ഇലക്ഷൻ കഴിഞ്ഞ് റിട്ടേൺ വരുമ്പോൾ സിറ്റി പാർലറിൽ ക്യാബറ നടക്കുന്നു. ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുടെ ഇലക്ഷൻ കഴിഞ്ഞ് റിട്ടേൺ വരുമ്പോൾ സിറ്റി പാർലറിൽ ക്യാബറ നടക്കുന്നു. അപ്പോൾ ക്യാബറ നടക്കുമ്പോൾ അവിടെ സ്പീക്കറിൽ പാട്ട് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, അവിടെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കേട്ടോ, കൺട്രോൾ എന്നുള്ളത് കൺട്രോളർ എന്ന് കിട്ടാനാണ്, കൺട്രോൾ ചെയ്യാനായിട്ട് 2 ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നിയമവീഴ്ചയാണ് അല്ലേ, നിയമത്തിനെതിരാണ് ഇങ്ങനെ ക്യാമറയും സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ച് ഇതൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ. ഇപ്പം നിയമവീഴ്ചയാണെന്ന് ഓർക്കുക കേട്ടോ, നിയമവീഴ്ചയാണ്, നിയമവാഴ്ച എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ കണക്ഷൻ? ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുടെ ഇലക്ഷൻ കഴിഞ്ഞ് റിട്ടേൺ വരുമ്പോൾ സിറ്റി പാർലറിൽ ക്യാമറ, സ്പീക്കറിൽ പാട്ട്, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് 2 ക്യാമറ. അപ്പോൾ ഇതെല്ലാം നിയമവീഴ്ചയാണ്. കിട്ടിയല്ലോ സ്റ്റോറി. അപ്പോൾ ഇവിടെ നിന്നും എന്തൊക്കെ കിട്ടി? ബ്രിട്ടനിലെ എന്ന് പറയുമ്പോൾ ബ്രിട്ടനിൽ നിന്നും കടമെടുത്താം, പ്രധാനമന്ത്രിയുടെ എന്ന് പറയുമ്പോൾ ഓഫീസ് ഓഫ് പ്രൈം മിനിസ്റ്റർ, ഇലക്ഷൻ കഴിഞ്ഞ് ജനറൽ ഇലക്ഷൻ, റിട്ടേൺ വരുമ്പോൾ റിട്ട്, സിറ്റി പാർലറിൽ സിറ്റിസൺഷിപ്പ് സിംഗിൾ സിറ്റിസൺഷിപ്പ്, പാർലറിൽ പാർലമെന്ററി സിസ്റ്റം, ക്യാബറ ക്യാബിനറ്റ് സിസ്റ്റം, സ്പീക്കറിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പീക്കർ എന്ന് പറയുന്ന പദവി കൺട്രോൾ ചെയ്യാൻ, ഇപ്പോൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, 2 ക്യാമറ, ദ്വിമണ്ഡലം, ബൈക്യാമറലിസം. അപ്പോൾ ഇതൊക്കെ എന്താ, നിയമവീഴ്ചയാണ് അല്ലേ, റൂൾ ഓഫ് ലോ, നിയമവീഴ്ച, നിയമവാഴ്ച എന്നതുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്തത് റഷ്യയിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വലിയ കോഡിൻ്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓർക്കാം, 5D റഷ്യ എന്ന് ഓർത്ത് വെച്ചാൽ മതി. 5D റഷ്യ. എന്താണ് 5D? 5 എന്ന് പറയുമ്പോൾ നമുക്ക് 5 ഇയർ പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികൾ, 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന ആശയം. അതുപോലെ D എന്ന് പറയുന്നത് ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ. അപ്പോൾ പഞ്ചവത്സര പദ്ധതികളും അതുപോലെ മൗലിക കടമകളും ഈ 2 ആശയവും കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നുമാണ്? റഷ്യയുടെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. പഞ്ചവത്സര പദ്ധതികളും മൗലിക കടമകളും. അപ്പോൾ 5D റഷ്യ എന്ന് ഓർത്താൽ മതി. 5 ഇയർ പ്ലാൻസും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും കടമെടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നുമാണ്. ഈസി ആയിട്ട് കിട്ടി. ഇനി അടുത്തത് കാനഡയിൽ നിന്നും കടമെടുത്ത കാര്യങ്ങൾ. ഒന്ന്, ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്ന കാനഡയുടെ കയ്യിൽ നിന്നുമാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ദെൻ ഗവർണറുടെ നിയമനം. ഇത്രയും ആശയം കടമെടുത്തിട്ടുള്ളത് കാനഡയുടെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. ഫെഡറൽ സിസ്റ്റം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഗവർണറുടെ നിയമനം എന്നീ ആശയങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഫെഡറൽ സിസ്റ്റം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഗവർണറുടെ നിയമനം. ഇത്രയും ആശയങ്ങൾ എവിടെ നിന്നും കടമെടുത്തിട്ടുള്ളത്? കാനഡ. ഒന്നുകൂടെ പറഞ്ഞേ, ഫെഡറൽ സിസ്റ്റം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഗവർണറുടെ നിയമനം എന്നിവ കടമെടുത്തിട്ടുള്ളത് കാനഡയുടെ കയ്യിൽ നിന്നുമാണ്. ഇനി അടുത്തത് ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ജോയിന്റ് സിറ്റിംഗ് അല്ലെങ്കിൽ എന്താണ്, സംയുക്ത സമ്മേളനം, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നുമാണ്. ദെൻ ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ദെൻ കൺകറന്റ് ലിസ്റ്റ് എന്നീ ആശയങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നുമാണ്. അപ്പോൾ ജോയിന്റ് സിറ്റിംഗ് അല്ലെങ്കിൽ സംയുക്ത സമ്മേളനം, ട്രേഡ് ആൻഡ് കൊമേഴ്സ് കേട്ടോ, വ്യാപാര വാണിജ്യം എന്നുള്ള രീതിയിലുള്ളത്, ദെൻ കൺകറന്റ് ലിസ്റ്റ്, ഇതെല്ലാം കടമെടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നുമാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു കോഡ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഓസ്ട്രേലിയയിൽ
സംയുക്തമായി അതായത് ജോയിൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, ഒരുമിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് ട്രേഡ് നടത്തിയാൽ കറണ്ട് പോകും. ഇതാണ് നമ്മുടെ കണക്ഷൻ. എന്താണ്? ഓസ്ട്രേലിയയിൽ ഒരുമിച്ചിരുന്ന് ട്രേഡ് നടത്തിയാൽ കറണ്ട് പോകും എന്ന് ഓർത്താൽ മതി. ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തതാണ്. ഒരുമിച്ചിരുന്ന് ജോയിന്റ് സിറ്റിംഗ് ട്രേഡ് നടത്തിയാൽ, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, കറണ്ട് പോകും. കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ എന്തൊക്കെയാ? ഓസ്ട്രേലിയയിൽ ജോയിന്റ് ആയിട്ട് ഇരുന്ന് ട്രേഡ് നടത്തിയാൽ കറണ്ട് പോകുമെന്ന് ഓർത്താൽ മതി. ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തത് ജോയിന്റ് സിറ്റിംഗ് അഥവാ സംയുക്ത സമ്മേളനം, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ. അടുത്തത് ഫ്രാൻസ്. ഫ്രാൻസിൽ നിന്നും കടമെടുത്ത കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കോഡൊന്നും ആവശ്യമില്ല, കാരണം നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. സ്വാതന്ത്ര്യം അല്ലേ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ദെൻ റിപ്പബ്ലിക്. ഇത്രയും ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് ഫ്രാൻസിന്റെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? ഫ്രാൻസിന്റെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് ഫ്രാൻസിന്റെ കയ്യിൽ നിന്നുമാണ്. ഓക്കെ. അടുത്തത് ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയുടെ കയ്യിൽ നിന്നും കടമെടുത്തത് രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അറിയാവുന്നതാണ്. ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം ദക്ഷിണാഫ്രിക്കയുടെ കയ്യിൽ നിന്നും കടമെടുത്തതാണ്. അതുപോലെ രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്. രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്ന എവിടെ നിന്നുമാണ്? ദക്ഷിണാഫ്രിക്കയുടെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. ഭരണഘടനാ ഭേദഗതിയും രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്നിവ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? ദക്ഷിണാഫ്രിക്കയുടെ കയ്യിൽ നിന്നുമാണ്. ഒന്നുകൂടെ പറഞ്ഞേ. ഭരണഘടനാ ഭേദഗതി, രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്, രണ്ടും കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ കയ്യിൽ നിന്നും. ഓക്കെ. അടുത്തത് അയർലൻഡ്. അയർലൻഡിന്റെ കയ്യിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള പ്രസിഡന്റിന്റെ അധികാരം. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരം എന്ന് പറയുന്നത് അയർലൻഡിന്റെ കയ്യിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. അതുപോലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അയർലൻഡിന്റെ കയ്യിൽ നിന്നുമാണ്. ദെൻ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ്? അയർലൻഡിന്റെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ചെറിയൊരു കണക്ഷൻ പോലെ 3 ഉള്ളൂ, അത് പഠിച്ചാൽ മതി. ഇനി സപ്പോസ് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനൊന്ന് ഓർക്കുക. രാജ്യസഭാംഗങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് പ്രസിഡന്റ് ഒരു മാർഗവുമില്ലാതെ എങ്ങോട്ട് പോയി? അയർലൻഡിലോട്ട് പോയി കേട്ടോ. രാജ്യസഭാംഗങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് പ്രസിഡന്റ് ഒരു മാർഗവുമില്ലാതെ അയർലൻഡിലേക്ക് പോയി. ഓക്കെ. അപ്പോൾ അയർലൻഡിൽ നിന്ന് കടമെടുത്തത് എന്തൊക്കെയാ? രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള പ്രസിഡന്റിന്റെ അധികാരം, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, പിന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇത്രയും ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? അയർലൻഡിന്റെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരം, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിന്റെ കയ്യിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. ഓക്കെ. അടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC ചോദിക്കുന്ന ആശയങ്ങളാണ്. ഒന്ന്, അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതുപോലെ ഗവർണർ എന്ന് പറയുന്ന ആശയം, ദെൻ PSC എന്ന് പറയുന്ന ആശയം, ഫെഡറൽ കോടതി എന്ന് പറയുന്ന ആശയം. ഓക്കെ. എന്തൊക്കെ കാര്യങ്ങളാണ്? അടിയന്തരാവസ്ഥ, ഗവർണർ, PSC, ഫെഡറൽ കോടതി. ഇത്രയും ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നുമാണ്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. 1935 PSC കോടതിയിൽ അടിയന്തിരമായി ഗവർണർ വന്നു. ഇങ്ങനെ ജസ്റ്റ് ഒരു സെൻറ്റൻസ് പോലെ ഓർത്തു വയ്ക്കുക കേട്ടോ. 1935 PSC കോടതിയിൽ അടിയന്തിരമായി ആര് വന്നു? ഗവർണർ വന്നു. അപ്പോൾ എന്തൊക്കെയാ? 1935 എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, PSC എന്ന് പറയുമ്പോൾ PSC, കോടതി എന്ന് പറയുമ്പോൾ ഫെഡറൽ കോടതിയാണെന്ന് ഓർക്കണേ. ഫെഡറൽ കോടതി. അടിയന്തിരമായി, അടിയന്തരാവസ്ഥ, ഗവർണർ വന്നു, ഗവർണർ.
ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും കടമെടുത്ത ആശയങ്ങളാണ് അടിയന്തരാവസ്ഥ, ഗവർണർ, PSC, ഫെഡറൽ കോടതി എന്നീ ആശയങ്ങൾ. കിട്ടിയല്ലോ. അടുത്തത് ജർമ്മനി. ജർമ്മനിയുടെ കയ്യിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് എവിടെയാ? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യൽ എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? ജർമ്മനിയുടെ കയ്യിൽ നിന്നാണ്. തെറ്റിപ്പോകരുത്, ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു ഭാഗമാണ്. അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന ആശയമാണെങ്കിൽ അത് ജർമ്മനിയുടെ കയ്യിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, അത് മാത്രമേ ഇവിടെ പഠിക്കാറുള്ളൂ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യുന്നു? റദ്ദ് ചെയ്യുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നുമാണ് കേട്ടോ, ജർമ്മനിയിൽ നിന്നുമാണ്. ഇനി അടുത്തത് ജപ്പാൻ. ജപ്പാനിൽ നിന്നും കടമെടുത്ത ആശയം എന്ന് പറയുന്നത് നിയമസ്ഥാപിതമായ വ്യവസ്ഥ എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ജപ്പാന്റെ കയ്യിൽ നിന്നുമാണ് കേട്ടോ. നിയമസ്ഥാപിതമായ വ്യവസ്ഥ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? ജപ്പാന്റെ കയ്യിൽ നിന്നുമാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഷുവറാണ് ഒരു മാർക്ക് ഉറപ്പിക്കാവുന്നതാണ്. PSC സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് PSCയുടെ സ്ഥിരം ചോദ്യം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്നത് മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിക്കാറുണ്ട്. എവിടെ നിന്നാ? അമേരിക്കയുടെ കയ്യിൽ നിന്ന് അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ജഡ്ജിയെ നീക്കം ചെയ്തപ്പോൾ ആൾക്ക് മെന്റലായി ഫണ്ടമെന്റൽ റൈറ്റ്സ് അമേരിക്കയിലെ സുപ്രീം കോടതി പോയപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. PSC സ്ഥിരം ചോദിക്കുന്നതാണ്. അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ, അപ്പോൾ റിവറിൽ ചാടി അല്ലേ? ഇപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എവിടെ നിന്ന് തന്നെയാണ്? അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. സുപ്രീം കോടതി എന്ന് പറയുന്ന ആശയം അമേരിക്കയിലെ സുപ്രീം കോടതിയിലോട്ടാണ് നമ്മൾ പോയത് അല്ലേ സ്വപ്നത്തിൽ? അപ്പോൾ അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ് സുപ്രീം കോടതി എന്ന് പറയുന്ന ആശയം. അതുപോലെ ചോദിക്കുന്നതാണ് ബ്രിട്ടനിൽ നിന്നുമുള്ള റിട്ട് അത് നമുക്ക് പേര് പോലെ തന്നെ റിട്ട് ബ്രിട്ടൻ ഒരുപോലെ ഇല്ലേ? അപ്പോൾ റിട്ട് എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് നിയമവാഴ്ച, ബ്രിട്ടനിൽ നിന്നുമാണ് അല്ലേ? നമ്മൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ക്യാബറയും കാര്യങ്ങളൊക്കെ അല്ലേ നിയമവാഴ്ചയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഏക പൗരത്വം ചോദിക്കാറുണ്ട്, സിംഗിൾ സിറ്റിസൺഷിപ്പ്. അപ്പോൾ സിറ്റി പാർലറിലാണ് അല്ലേ പാർട്ടി വന്നത്, ക്യാബറ കണ്ടത്. അപ്പോൾ സിറ്റി പാർലർ, സിറ്റിസൺഷിപ്പും പാർലമെന്ററി സിസ്റ്റവും, അങ്ങനെ നമുക്കിത് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി റഷ്യയിൽ നിന്നുള്ളത് എപ്പോഴും ചോദിക്കുന്നതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കേട്ടോ. മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? റഷ്യയുടെ കയ്യിൽ നിന്നുമാണ്. സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് ലിസ്റ്റുകളാണ് സ്ഥിരം ചോദിക്കുന്നത് കേട്ടോ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? കാനഡയിൽ നിന്നുമാണ് കേട്ടോ, കാനഡ. അപ്പോൾ അത് നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഞാനൊരു കണക്ഷൻ പറഞ്ഞുതരാം. ഈ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ലിസ്റ്റാണ് അല്ലേ? യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും. ഈ ലിസ്റ്റൊക്കെ കാണണമെങ്കിൽ നമുക്ക് കന്നഡ വെക്കണം എന്ന് ഓർത്താൽ മതി. നമുക്ക് ഒരു ലിസ്റ്റൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വായിക്കണമെങ്കിൽ കന്നഡ വേണമെന്ന് ഓർത്താൽ മതി. അപ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡയുടെ കയ്യിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? കൺകറന്റ് ലിസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് കറന്റ് എന്നുള്ളത് നമ്മൾ ഓസ്ട്രേലിയയുടെ കണക്ട് ചെയ്തല്ലോ. ഓസ്ട്രേലിയയിൽ ഒരുമിച്ചിരുന്ന് ട്രേഡ് നടത്തിയ കറണ്ട് പോകുന്നുള്ളത്. അപ്പോൾ കൺകറന്റ് ഓസ്ട്രേലിയ ആണെന്ന് അറിയാം. ബാക്കി രണ്ട് ലിസ്റ്റും എന്താണ്? യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഒക്കെ വായിക്കണമെങ്കിൽ കന്നഡ വേണം, കാനഡ എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, തെറ്റിപ്പോകരുത്. പിന്നെ സംയുക്ത സമ്മേളനം ഒരുമിച്ചിരുന്നെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. പിന്നെ ഇത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക്, അത് എവിടെ നിന്നാ? ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്നാണ്. അത് സ്ഥിരം ചോദിക്കുന്നത്, എല്ലാവർക്കും അറിയുന്നതും ആയിരിക്കും. ഇനി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിരം ചോദിക്കുന്നത് ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ആശയം, ഭരണഘടന നോക്കിക്കേ, നമ്മൾ എഴുതുമ്പോൾ ഭരണഘടന ഇങ്ങനെയാണ് എഴുതുന്നത്. അതേപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക ഒരേപോലെ എഴുതുന്ന രണ്ട് വാക്കുകൾ അല്ലേ? അപ്പോൾ ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയുടെ കയ്യിൽ നിന്നുമാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. പിന്നെ അയർലൻഡിൽ നിന്നുമുള്ളത് ചോദിക്കുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് സ്ഥിരം ചോദിക്കുന്നത് കേട്ടോ. മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത് അയർലൻഡിൽ നിന്നുമാണ് കേട്ടോ, അയർലൻഡ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു മാർഗ്ഗം ഇല്ലാതെയാവുമ്പോഴാണ് അടുത്തുള്ള ലാൻഡിലോട്ട് പോകുക എന്നുള്ള രീതിയിലോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു കണക്ഷൻ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ അയർലൻഡിൽ നിന്നും കടമെടുത്തിട്ടുള്ളത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്, അതെല്ലാവർക്കും അറിയുന്നതാണ്. ദെൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് സ്ഥിരം ചോദിക്കുന്നത് അടിയന്തരാവസ്ഥ ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ PSC എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടിയന്തരാവസ്ഥ,
അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് ജർമ്മനിയുടെ കയ്യിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. അതും സ്ഥിരം ചോദ്യമാണ്, ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഒത്തിരി ഓർക്കാൻ പാടുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയ കണക്ഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കോഡും കണക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ, പഠിക്കാൻ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്സ് വെച്ച് നമുക്ക് ഡെയിലി പഠിച്ചു പോകാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഈ ഭാഗം ഇന്ന് തന്നെ പഠിക്കുക, റിവിഷൻ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട PDF നമ്മൾ ടെലഗ്രാമിൽ ഇട്ട് തരും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പോൾസ് ടെലഗ്രാമിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാം. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്